ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് കാർഡ് എടുക്കുന്നതിനേക്കാൾ മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് വേണ്ടത്. ഇതിൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് അത് നേടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കത് സാധിച്ചു കിട്ടും. അത് പ്രപഞ്ച നിയമമാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. പൂർണ്ണമായിട്ടും നിങ്ങൾ ഹീലാവുക എന്നാണ് ആദ്യത്തെ കാര്യം. ശേഷം മെഡിറ്റേഷനാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ഒരു മെസ്സേജോ കോളോ പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരിക. അവരുമായിട്ട് പങ്കിട്ടിട്ടുള്ള നല്ല നിമിഷങ്ങളെ നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധയോടെ ചെയ്യുക. എൻ്റെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ ഓർക്കുകയാണ്. ഞാനുമായിട്ട് പങ്കിട്ടുള്ള നല്ല നിമിഷങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവിടെ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഞാനും അവരും അത്രയേറെ ഡീപ്പായിട്ടുള്ള കണക്ഷനിലൂടെ പോവുകയാണ്. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ദിവസം, ആ ഒരു നിമിഷത്തെ ഞാൻ റീതിങ്ക് ചെയ്യാണ്, റീകണക്റ്റ് ചെയ്യാണ്. ഞാനും അവരും തമ്മിൽ ആ ഒരു ദിവസം വീണ്ടും വരുന്നു. ഞങ്ങൾ അത്രയേറെ സന്തോഷിച്ചിരിക്കുന്ന നിമിഷത്തെ ഞാൻ കാണുന്നു. ഈ ഒരു നിമിഷം അവരിലേക്ക് എൻ്റെ എനർജിയെ ഞാൻ സെൻഡ് ചെയ്യുകയാണ്. അവരുടെ എനർജിയെ എന്നിലേക്ക് ഞാൻ തിരിച്ച് സ്വീകരിക്കാൻ പോവാണ്. ഈ ഒരു നിമിഷം അവർക്ക് എന്നെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഞങ്ങൾ ഒരുമിച്ച് പങ്കിട്ടിട്ടുള്ള നിമിഷങ്ങൾ അവരിലേക്ക് ഇങ്ങനെ വരുന്നു. ആ ഒരു ചിന്തയിലേക്ക് അവരെത്തുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവർ വീണ്ടും വീണ്ടും എന്നിലേക്ക് എത്തുന്നു. ഇത് തന്നെ എൻ്റെ വ്യക്തിക്കും ഉണ്ടാകുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് അവരെത്തുന്നു. ആ ഒരു ദിവസം ഇന്നാണ്. ആ ഒരു ചിന്തയിലേക്ക് അവരെത്തുന്നു. ഈ ഒരു നിമിഷം അവരിൽ നിന്ന് എനിക്കൊരു മെസ്സേജ്, ഒരു കോൾ വരുന്നതായിട്ട് ഞാൻ കാണാണ്. എന്നെ അവർക്ക് അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണോ അവരെ മിസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്കും എന്നെ മിസ് ചെയ്യുന്നു. ഇന്ന് ഈ ഒരു നിമിഷം സാധ്യമാക്കി തന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് താങ്ക് യു പറയുന്നു. ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിയോട് താങ്ക് യു പറയുന്നു. ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിയോട് താങ്ക് യു പറയുന്നു. എനിക്ക് സാധിച്ചു കിട്ടി. യെസ്, അവരിൽ നിന്ന് എനിക്കുള്ള മെസ്സേജ്, എനിക്കുള്ള കോൾ അതെനിക്ക് കിട്ടി. എൻ്റെ പ്രപഞ്ചശക്തി ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നിലേക്ക് സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു. എൻ്റെ പേഴ്സൺ എന്നെ ഓർത്തതിന് താങ്ക് യു. അവർ എനിക്ക് മെസ്സേജ് ചെയ്തതിന് താങ്ക് യു. അവർ എന്നെ വീണ്ടും ഓർത്തെടുത്തതിന്, അവരിലേക്ക് എന്നെ സ്വീകരിച്ചതിന്, ഞങ്ങൾ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തിയതിന് താങ്ക് യു. കുറച്ച് നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു മെഡിറ്റേഷൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുക. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു, മെസ്സേജായിട്ട് കോളായിട്ട് അവർ കോണ്ടാക്റ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതിൽ താങ്ക് യു പറഞ്ഞ് നിങ്ങൾക്ക് വരുന്ന സന്തോഷം നിങ്ങൾ പ്രകടമാക്കുക. നിങ്ങൾ കണ്ണുകൾ തുറക്കാം. നിങ്ങൾക്ക് ആ ഫീലിങ്സ് അപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കണം. 24 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജുമായിട്ട് വരും. അവരുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടില്ല ഒരു നിമിഷം നിങ്ങൾ കാണാനായിട്ട് ഇടവരും. ഇതിൽ പൂർണ്ണമായിട്ടും വിശ്വാസമാണ് വേണ്ടത്.
സാധിച്ചതിന് യൂണിവേഴ്സിനോട് താങ്ക് യു ആണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് റീഡിങ് നോക്കാം. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഉള്ളതെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ദിവസവും ചെയ്യാം. നിങ്ങൾ ആദ്യം തന്നെ ഹീലാവണം. ആഫ്റ്റർ മെഡിറ്റേഷൻ ചെയ്യണം. ഇതുപോലെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഇന്ന് ചെയ്ത് നോക്കൂ. ഇന്ന് ചെയ്തിട്ട് സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഉറപ്പാണ്, പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ എപ്പോൾ ചെയ്യുന്നുവോ നിങ്ങളിലേക്ക് സാധ്യമാണ്. കാർഡ് ഷഫിൾ ചെയ്യാണ്. പൂർണ്ണ വിശ്വാസം മാത്രമാണ് ഇവിടെ ഫലം കാണിക്കുള്ളൂ, റിസൾട്ട് കാണിക്കുള്ളൂ. Five of Wands, Tower, Eight of Wands, Ten of Swords, King of Cups, Two of Pentacles, Six of Swords, Two of Wands. One, two, three, four, five, 6, 7, 8. ഒരു കാർഡും കൂടി എടുക്കാം കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, 9ന്റെ എനർജിയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ദ എംപറർ. 9 കാർഡ് എടുക്കാം. ഓരോരോ കാർഡിൻ്റെ മീനിങ്ങിലേക്കായിട്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തെ യൂണിവേഴ്സ് ആദ്യത്തെ കാർഡിലൂടെ കാണിച്ചു തരികയാണ്. ടു ഓഫ് വാൺസിൻ്റെ എനർജി നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങളാണ് ആ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ പോകുന്നതെന്ന് ആദ്യത്തെ കാർഡ് പറയുന്നു. 2 വാണ്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകളിലൂടെ നിങ്ങൾ പോകുന്നു. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്തതുമായ കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇപ്പോൾ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു കാര്യത്തെ, റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. വളരെയേറെ പ്രതീക്ഷയോടു കൂടി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുകയാണ്. ഇതിൽ പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രയർ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ സാധ്യതകളെ തന്നെയാണ് കാണിച്ചു തരുന്നത്. അഡ്വഞ്ചറായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെയായാലും നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് പ്രതീക്ഷയോടു കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്ലാൻഡ് ആക്ഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സെക്കൻഡ് കാർഡ് എന്താണെന്ന് നോക്കാം. സിക്സ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് കാർഡ് പറയുന്നത്. അർഹമായ സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സഹായവുമായിട്ട് വ്യക്തി വരുന്നുണ്ട്. ഹീലിംഗ് നിർബന്ധമാണ്. നിങ്ങൾക്ക് അവരോടുള്ളതും അവർക്ക് നിങ്ങളോടുള്ളതുമായ വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് ഹീൽ ചെയ്ത് കളയണം. ഇപ്പോൾ നിങ്ങളാണ് റീഡിംഗ് കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് കളയാം. എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ട്രാൻസിഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ജേണിയാണ് സംഭവിക്കുന്നത്. നിങ്ങളെ പിന്തുടരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു സമയവും കടന്നു പോയിക്കൊണ്ട് നിങ്ങളിലേക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഒരു മാറ്റം എന്ന് പറയുന്നത് യൂണിവേഴ്സ്
അവരിലേക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് വേണ്ടത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കിട്ടുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 2 ഓഫ് പെൻഡക്കിളുടെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ്, അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ളൊരു ബാലൻസ് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്, പുരോഗതിയാണ് കാണിക്കുന്നത്, സീക്കിംഗ് ഹാർമണിയാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം വളരെ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ റീഡിങ് കാണുന്ന നിമിഷം മുതൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ എനർജിയാണ് വരുന്നത്. അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു തന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ്. അവർ നിങ്ങളിലേക്ക് കോളും മെസ്സേജും ചെയ്തതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അത്രമേൽ ആഗ്രഹത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് 2 ഓഫ് പെൻഡക്കിൾ പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം, 24 hours സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തെയാണ് ഇവിടെ കിങ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ഈ ഒരു നിമിഷം അവർക്ക് നിങ്ങളോട് ലവാണ് തോന്നുന്നത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവർ പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് എന്നാണ് കാർഡ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ അവർ പോയി കഴിഞ്ഞു. അവരുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ആരോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വൈസ് ലീഡറെ പോലെ അവർ ചിന്തിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നത് ഡീപ്പ് കണക്ഷനാണ്. ആരിലേക്ക്? നിങ്ങളിലേക്ക്. ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അവരെ മുന്നോട്ട് നയിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം അവർക്ക് വരികയാണ്. ഇത് അത്രയേറെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കുവാനുമുള്ള സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ എനർജിയാണ് 10 ഓഫ് സോർട്സിൻ്റെ എനർജി. പെയിൻഫുൾ എൻഡിങ് എന്നാണ് പറയുന്നത്. നിങ്ങളിലെ ക്രൈസിസ് മാറിക്കഴിഞ്ഞു. നിങ്ങൾ എത്ര പേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നറിയില്ല. ആർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് എപ്പോഴും വേദന മാത്രമാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചു തുടങ്ങിയപ്പോൾ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്തുകൊണ്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. അവസരങ്ങളാണ്. തടസ്സങ്ങൾ നീങ്ങുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഓപ്പർച്യൂണിറ്റി വരുന്നു, അവസരം. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഹോപ്പ് തന്നെയാണ് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എവറിഡേ ഹീലിംഗ് ആവശ്യമാണ്. എല്ലാ ദിവസവും നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യം വൈരാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഹീലാക്കി കളയുക. തിരിച്ചും നമ്മളോട് ആർക്കെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ യൂണിവേഴ്സിനോട് പറയുക, ആർക്കാണോ എന്നോട് ദേഷ്യം വൈരാഗ്യം ഉള്ളത് അത് ഹീലാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മനഃപൂർവ്വമായിട്ട് ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹീലാവാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുക. അതിനുശേഷം വേണം നിങ്ങൾ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിലെ ക്രൈസിസ് മാറിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. യെസ്, നിങ്ങളെന്ന വ്യക്തിയിലേക്ക് 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സാധിപ്പിച്ചു തരുന്നു എന്നാണ് 8 ഓഫ് വാൻസിൻ്റെ എനർജി പറയുന്നത്. ഇവിടെ സക്സസ് എന്നാണ് കാർഡ് പറയുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് അപ്കമിങ് പോസിറ്റീവ് എന്നാണ് കാർഡ് പറയുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 8ൻ്റെ എനർജിയാണ്. വിത്തിൻ 1 വീക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവാണ്. ഇവിടെ ഒത്തിരി ആഗ്രഹങ്ങളില്ലേ? 8ൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒന്നല്ലല്ലോ. നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണ് ആവശ്യം. പോസിറ്റീവ് ചിന്ത മാത്രമാണ് ഇവിടെ ആവശ്യം. ഓക്കെ, അപ്പോൾ സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള സെപ്പറേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്താകുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ ടവർ ബ്രേക്ക് ആവാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ പുതിയ വിശ്വാസങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ പുതിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാണ് എന്നാണ് പറയുന്നത്. നിങ്ങളാണ് ബ്രൈറ്റ് ലൈറ്റ് എന്നവർ തിരിച്ചറിയുന്നു. നിങ്ങളില്ലാതെ ഇത്രയും നാൾ അവരിലേക്ക്
ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവസാനിക്കാൻ പോവുകയാണ്, നോ കോണ്ടാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അവരുടെ പരിശ്രമത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ 5 ഓഫ് വാൻസ് കാർഡിലൂടെ കാണിക്കുന്നത്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർ തന്നെ വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലൂടെ പോയിരുന്നു. അവർ തന്നെയാണ് അതിനൊരു തടസ്സമായിട്ട് നിന്നിട്ടുള്ളത്. ഒരു കോമ്പറ്റീഷൻ പോലെ, ഒരു മത്സരബുദ്ധി പോലെ അവരായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായില്ല. ഓക്കെ, ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. അവരാണ് നിങ്ങളെ ചേസ് ചെയ്യുന്നത്, അവരാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ എനർജി എന്ന് പറയുന്നത് ലെവലിംഗ് അപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 3 കാർഡ്സിലും പറയുന്നത് മറ്റുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഷെയർ ചെയ്തിരിക്കണം. എനിക്ക് എൻ്റെ പേഴ്സണെ ഇനി മറക്കാനായിട്ട് സാധിക്കില്ല, എൻ്റെ പേഴ്സണിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് ഇവർ പറഞ്ഞിരിക്കണം. അപ്പോൾ ഒരു എനർജി അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. നീ ശരിയായ പാതയിലാണ്, നിന്റെ പേഴ്സണിലേക്ക് നീ തിരിച്ചു പോകൂ, അവരെ കോണ്ടാക്ട് ചെയ്യൂ, അവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഹാർമണി തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണെങ്കിൽ ഇവിടെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഉറച്ച തീരുമാനത്തെയാണ് കാണിക്കുന്നത്. എംപററിൻ്റെ എനർജിയാണ്. ഒരു രാജാവിനെ പോലെ, ഒരു ന്യായാധിപനെ പോലെ നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുത്തു കഴിഞ്ഞു. അവരിലെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത്, അവരിലെ പവറിനെയാണ് പറയുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരു ലീഡറാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നു. അവരുടെ കരിയറിലായിരിക്കാം, അവരുടെ ജീവിതത്തിലായിരിക്കാം, അവരാണ് നല്ല രീതിയിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. തീരുമാനമെടുക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഓർഡർ ചെയ്യാൻ കഴിവെന്ന് പറയില്ലേ, അത് തന്നെയാണ് കാണിക്കുന്നത്. ടേക്കിംഗ് ആക്ഷൻ എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വളരെയേറെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അനലറ്റിക് തിങ്കിങ് എന്നാണ് പറയുന്നത്. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുത്ത് കഴിഞ്ഞു എന്നാണ് കാർഡ് പറയുന്നത്. ഇനി എന്താണ് പറയാനുള്ളത്? പൂർണ്ണമായിട്ടും വിശ്വാസം മാത്രമാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ ഹീലിംഗ്, മെഡിറ്റേഷൻ, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. 3 പ്രോസസ്സിലൂടെ നിങ്ങൾ പോകണം. നിങ്ങളുടെ ഓറ അവരുടെ ഓറയുമായിട്ട് കണക്റ്റ് ചെയ്യണം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ കോളോ മെസ്സേജോ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് ആഗ്രഹിക്കുക, റീതിങ്ക് ചെയ്യുക, റീകണക്റ്റ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു വോയിസ് കേട്ടിട്ട് അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ദിവസമാണ്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന ആരിലേക്കാണോ ഈ വീഡിയോ എത്തുന്നത്, നിങ്ങൾക്ക് എന്തും സാധ്യമാകുമെന്നാണ്. ഇവിടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവായിരിക്കാം, സുഹൃത്തുക്കളുടെ തിരിച്ചുവരവായിരിക്കാം, സാധ്യമായി കഴിഞ്ഞു. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിബ്സ്.